ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൊളസ്ട്രോൾ സിന്തസിസ് ആൻഡ് റെഗുലേഷൻ. നമ്മുടെ ഈ കൊളസ്ട്രോൾ റെഗുലേഷനൊക്കെ മുമ്പ് ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ സിന്തസിസ് ഒരു ഭയങ്കര ലോങ് ആയിട്ടുള്ളൊരു പാത്വയാണ്. അതുകൊണ്ട് തന്നെ സിന്തസിസ് ഇതിനു മുമ്പ് കണ്ടില്ല. റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇത് ഫുൾ റിയാക്ഷൻ പാത്ത് പഠിപ്പിക്കുന്നില്ല, കാരണം മുമ്പ് ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് കുറച്ച് പഠിപ്പിച്ചു തരാം. ചോദിക്കുകയാണെങ്കിൽ തന്നെ ഇത് എഴുതി വെച്ചാൽ മതി, മാർക്ക് കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. കൊളസ്ട്രോൾ സിന്തസിസിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം 2 അസറ്റൈൽ കോയെ മോളിക്യൂൾസിനെ കണ്ടൻസ് ചെയ്ത് അസറ്റൈൽ കോയെ മോളിക്യൂൾ ഫോം ചെയ്യും. ഇതാണ് കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ്. 2 അസറ്റൈൽ കോയെ മോളിക്യൂൾസ് കണ്ടൻസ് ചെയ്തിട്ട് ഫോം ചെയ്യുന്ന മോളിക്യൂൾ ഏതാ? അസറ്റൈൽ കോയെ. ഈ സ്റ്റെപ്പിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് അസറ്റൈൽ കോയെ സിന്തേസ് ആണ്. ഇവിടെ ഉണ്ടാകുന്ന മോളിക്യൂൾ ഏതാ? ഫോം ചെയ്യുന്ന മോളിക്യൂൾ ഏതാ? അസറ്റൈൽ കോയെ. അപ്പോൾ ഈ സ്റ്റെപ്പിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം എന്ന് പറയുന്നത് അസറ്റൈൽ കോയെ സിന്തേസ്. ഈസി അല്ലേ? ഇനി നമുക്ക് സ്റ്റെപ്പ് 2 പോകാം. സ്റ്റെപ്പ് 2 എന്ന് പറയുമ്പോൾ അസറ്റൈൽ കോയെ മോളിക്യൂളിനോട് നമ്മൾ എന്ത് ചെയ്യും? ഒരു അസറ്റൈൽ കോയെ മോളിക്യൂളും കൂടെ കണ്ടൻസ് ചെയ്ത് നമ്മൾ HMG കോയെ മോളിക്യൂൾ ഫോം ചെയ്യുന്നു. ഇതാണ് കേട്ടോ സെക്കൻഡ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിൽ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ഏതാ? HMG കോയെ സിന്തേസ്. ഫോം ചെയ്ത മോളിക്യൂൾ HMG കോയാണല്ലോ. അപ്പോൾ ഇവിടുത്തെ എൻസൈം ഏതാ? HMG കോയെ സിന്തേസ്. അതും സിമ്പിളാണ് പഠിക്കാൻ. ഈ 2 സ്റ്റെപ്പിലും എന്താ? നമ്മളൊരു കോഎൻസൈമിയെ റിലീസ് ചെയ്യുന്നുണ്ടോ? ഇവിടെ റിലീസ് ചെയ്യുന്നുണ്ട്, ഇവിടെ റിലീസ് ചെയ്യുന്നുണ്ട് കോഎൻസൈമിയെ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 3. ഇതാട്ടോ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതാണ് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ്. എല്ലാ പാത്വേസിലും ഒരു റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ. അതേപോലെ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് കൊളസ്ട്രോൾ സിന്തസിസിൽ ഈ സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് 3. HMG കോയെ ഈസ് റെഡ്യൂസ്ഡ് ടു മെവലോണേറ്റ്. മെവലോണേറ്റ് എന്ന് പറയുന്നത് ഒരു 6 കാർബൺ കോമ്പൗണ്ടാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈം HMG കോയെ റിഡക്റ്റേസ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർമ്മിച്ച് വെക്കണം. ഇതൊരു MCQ ക്വസ്റ്റ്യനും കൂടി ആവാം. റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ഏതാ, അവിടെ യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണെന്നുള്ളത് HMG കോയെ റിഡക്റ്റേസ്. ഓക്കെ, ഈ സ്റ്റെപ്പ് 3 ആണ് റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ 2 NADPH യൂസ് ആക്കുന്നുണ്ട് കേട്ടോ. 2 എനർജി യൂസ് ആക്കുന്നുണ്ട്. 2 യൂണിറ്റ്സ് ഓഫ് എനർജി. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള സ്റ്റെപ്സ് അത്ര റെലവൻ്റ് അല്ല. സ്റ്റെപ്പ് സിന്തസിസ് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഇത്ര എഴുതിയിട്ട് നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് ഇവിടെ കൊളസ്ട്രോൾ അങ്ങ് ഫോം ആവും. ഇതുവരെ സ്റ്റെപ്പ് പഠിച്ചു വെച്ചാൽ മതി. ഇത്രയും പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് റെഗുലേഷൻ ഓഫ് കൊളസ്ട്രോൾ സിന്തസിസ്. ഓക്കെ, നമുക്ക് നോക്കാം. റെഗുലേഷൻ ഓഫ് കൊളസ്ട്രോൾ സിന്തസിസിലെ റെഗുലേറ്ററി എൻസൈം ഏതാ? HMG കോയെ റിഡക്റ്റേസ്. ഓർമ്മിച്ച് വെക്കണേ, HMG കോയെ റിഡക്റ്റേസ് ആണ് കൊളസ്ട്രോൾ സിന്തസിസിലെ റെഗുലേറ്ററി എൻസൈം. ഈ എൻസൈമിനെ റെഗുലേറ്റ് ചെയ്തിട്ടാണ് ബോഡിയിൽ എന്ത് നടക്കുന്നത്? കൊളസ്ട്രോൾ സിന്തസിസിൻ്റെ റെഗുലേഷൻ നടക്കുന്നത്. ഇനി റെഗുലേഷൻ ഓഫ് കൊളസ്ട്രോൾ സിന്തസിസ് എങ്ങനെ നടക്കുന്നത് നോക്കാം. 2 ടൈപ്സ് ഉണ്ട്. 2 ടൈപ്സ് ഓഫ് റെഗുലേഷൻ ഈസ് ദർ. One is feedback repression and the second one is reversible covalent regulation. Feedback repression എന്താണെന്ന് നോക്കാം. ആദ്യം ഫീഡ്ബാക്ക് റിപ്രഷൻ. നമ്മുടെ ബോഡിയിലിപ്പോൾ എക്സസ് ഓഫ് കൊളസ്ട്രോൾ പ്രസൻ്റ് ആണെങ്കിൽ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? ഒരു ഫീഡ്ബാക്ക് കൊടുക്കും. ആർക്ക്? നമ്മുടെ റെഗുലേറ്ററി എൻസൈമിന് ഒരു ഫീഡ്ബാക്ക് കൊടുക്കും. റെഗുലേറ്ററി എൻസൈം ആരാ? HMG കോയെ റിഡക്റ്റേസ്. അതിനൊരു ഫീഡ്ബാക്ക് കൊടുക്കും. നമ്മുടെ ബോഡി എക്സസ് കൊളസ്ട്രോൾ കൂടുതലാണ്, ഇനി എന്താക്കണ്ട, പ്രൊഡ്യൂസ് ചെയ്യണ്ട. അങ്ങനെ എന്താക്കും? ബോഡി റിപ്രസ് ദ റെഗുലേറ്ററി എൻസൈം. HMG കോയെ റിഡക്റ്റേസ് റിപ്രസ് ചെയ്താൽ എന്താ? നമ്മുടെ കൊളസ്ട്രോൾ സിന്തസിസ് നടക്കൂല. ഹെൻസ് ഇറ്റ് ഇൻഹിബിറ്റ് ദ കൊളസ്ട്രോൾ സിന്തസിസ്. ഇതാണ് ഫീഡ്ബാക്ക് റിപ്രഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നതാണ് റിവേഴ്സിബിൾ കോവാലന്റ് റെഗുലേഷൻ. അതിനെ നമ്മൾ ഹോർമോണൽ റെഗുലേഷൻ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, നോക്കാം. നമ്മുടെ HMG കോയെ റിഡക്റ്റേസ് ഉണ്ടല്ലോ, റെഗുലേറ്ററി എൻസൈം, അത് ഡീഫോസ്ഫോറിലേറ്റഡ് ഫോമിൽ എന്താ? ആക്റ്റീവാ. വൈൽ ഫോസ്ഫോറിലേറ്റഡ് ഫോമിൽ അത് ഇനാക്റ്റീവാ. ഡീഫോസ്ഫോറിലേറ്റഡിൽ എന്താണ്? ആക്റ്റീവാണ്.
വൈൽ ഫോസ്ഫോറിലേറ്റഡ് ഫോമിലോ അത് ഇനാക്റ്റീവാണ്. നമ്മുടെ ബോഡിയിലുള്ള ഇൻസുലിൻ ഹോർമോണും തൈറോയിഡ് ഹോർമോണും എല്ലാം the insulin and thyroid hormone favors the dephosphorylated form. Hence, it promote the cholesterol synthesis. ഡീഫോസ്ഫോറിലേറ്റഡ് ഫോമിൽ എന്താ നമ്മുടെ HMG റിഡക്റ്റേസ് ആക്റ്റീവ് ആണല്ലോ, അതുകൊണ്ട് തന്നെ എന്താക്കും ഇൻസുലിൻ തൈറോയിഡ് ഹോർമോണും ഫേവേഴ്സ് കൊളസ്ട്രോൾ സിന്തസിസ്. പക്ഷെ വൈ നമ്മുടെ ഗ്ലൂക്കഗോൺ ആൻഡ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, നമ്മുടെ ബോഡിയിലെ ഗ്ലൂക്കഗോണും ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും ഇറ്റ് ഫേവേഴ്സ് ദ ഫോസ്ഫോറിലേറ്റഡ് ഫോം ഓഫ് അവർ റെഗുലേറ്ററി എൻസൈം. ഹെൻസ് ദ ഇൻഹിബിറ്റ് കൊളസ്ട്രോൾ സിന്തസിസ്. ഓക്കെ അല്ലേ? ഈ നമ്മുടെ റിവേഴ്സിബിൾ കോവാലന്റ് റെഗുലേഷൻ ഒരു എക്സാമ്പിളാണ്. നമ്മുടെ ബോഡി സ്റ്റാർവേഷനിൽ കൊളസ്ട്രോൾ സിന്തസിസ് ചെയ്യൂല. സ്റ്റാർവേഷനിൽ ദർ ഈസ് ഇൻഹിബിഷൻ ഓഫ് കൊളസ്ട്രോൾ സിന്തസിസ്. അതെന്തുകൊണ്ടാണ്? സ്റ്റാർവേഷണൽ ടൈമിൽ ഗ്ലൂക്കഗോണും ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും ഒക്കെ നമ്മുടെ ബോഡിയിൽ എലവേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഗ്ലൂക്കഗോണും ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സും എന്താ ചെയ്യുക? ഫോസ്ഫോറിലേറ്റഡ് ഫോമിനെ ഫേവർ ചെയ്തിട്ട് ആ ടൈമിൽ എന്തായിരിക്കും? HMG റിഡക്റ്റേസ് ഇനാക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊളസ്ട്രോൾ സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 2 ടൈപ്സ് ഓഫ് റെഗുലേഷൻ പഠിച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ ഈ നോട്ട് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലിടാം. ഇപ്പോൾ തന്നെ വായിക്കുക, പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.